സക്കേബൂസിന്റെ സ്ഥലം. ഉത്തരം ജെറീക്കോ. സക്കേബൂസ് ആരായിരുന്നു? ഉത്തരം ചുങ്കക്കാരിൽ പ്രധാനനും ധനികനും. യേശു ഏത് സ്ഥലത്തുകൂടെ കടന്നു പോയപ്പോഴാണ് സക്കേബൂസിനെ കണ്ടുമുട്ടിയത്? ഉത്തരം ജെറീക്കോ. ലൂക്കാ 19 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 48. സക്കേബൂസിന് യേശുവിനെ കാണാൻ സാധ്യമായിരുന്നില്ല. കാരണമെന്ത്? ഉത്തരം സക്കേബൂസിന് പൊക്കം കുറവായിരുന്നതിനാൽ. യേശു ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ അവനെ കാണാൻ മുമ്പേ ഓടിയത് ആര്? ഉത്തരം സക്കേബൂസ്. പൊക്കം കുറവായിരുന്നതിനാൽ എവിടെ നിന്നുകൊണ്ട് യേശുവിനെ ആരെന്ന് കാണാൻ സക്കേബൂസിന് സാധ്യമായിരുന്നില്ല. ഉത്തരം ജനക്കൂട്ടത്തിൽ. സക്കേബൂസ് മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നത് എന്തിന്? ഉത്തരം യേശുവിനെ കാണാൻ വേണ്ടി. പൊക്കം കുറവായിരുന്നതിനാൽ യേശുവിനെ കാണാൻ വേണ്ടി സക്കേബൂസ് കയറിയിരുന്ന മരം ഏത്? ഉത്തരം സിക്കമോർ. യേശുവിനെ കാണാൻ വേണ്ടി ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നതിന് കാരണമെന്ത്? ഉത്തരം യേശു അതിലെയാണ് കടന്നു പോകാൻ ഇരുന്നത്. യേശു സിക്കമോർ മരത്തിൽ അടുത്ത് എത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി പറഞ്ഞത് എന്ത്? ഉത്തരം സക്കേബൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. സക്കേബൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ സക്കേബൂസ് എന്ത് ചെയ്തു? ഉത്തരം അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. സക്കേബൂസ് യേശുവിനെ സ്വീകരിച്ചത് കണ്ടപ്പോൾ പിറുപിറുത്തത് എന്ത്? ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേബൂസ് യേശുവിനെ സ്വീകരിച്ചത് എങ്ങനെ? ഉത്തരം സന്തോഷത്തോടെ. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം ജനക്കൂട്ടം യേശുവിനെ കുറിച്ച്. സക്കേബൂസ് എഴുന്നേറ്റ് യേശുവിനെ വിളിച്ചത് എങ്ങനെ? ഉത്തരം കർത്താവേ. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എത്രയായി തിരിച്ചു കൊടുക്കുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം 4 ഇരട്ടിയായി. താൻ ദരിദ്രർക്ക് എന്തു കൊടുക്കുന്നു എന്നാണ് സക്കേബൂസ് യേശുവിനോട് പറഞ്ഞത്? ഉത്തരം സ്വത്തിൽ പകുതി. ഇന്ന് ഈ ഭവനത്തെ രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ആരോട് പറഞ്ഞു? ഉത്തരം യേശു സക്കേബൂസിനോട്. സക്കേബൂസിന്റെ ഭവനത്തിൽ വെച്ച് സക്കേബൂസ് ആരെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം അബ്രാഹത്തിന്റെ പുത്രൻ. സക്കേബൂസിന്റെ ഭവനത്തിൽ വെച്ച് യേശു തന്നെക്കുറിച്ച് ഉപയോഗിച്ച പേരെന്ത്? ഉത്തരം മനുഷ്യപുത്രൻ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നിരിക്കുന്നത് ആര്? ഉത്തരം മനുഷ്യപുത്രൻ. യേശു 10 നാണയത്തിന്റെ ഉപമ പറഞ്ഞത് എവിടെ വെച്ച്? ഉത്തരം സക്കേബൂസിന്റെ ഭവനത്തിൽ വെച്ച്. 10 നാണയത്തിന്റെ ഉപമ യേശു പറഞ്ഞതിന്റെ കാരണമെന്ത്? ഉത്തരം അവൻ ജെറുസലേമിന് സമീപമായിരുന്നു. ദൈവരാജ്യം ഉടൻ വരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. ജെറുസലേമിന് സമീപം വെച്ച് യേശു പറഞ്ഞ ഉപമ എന്ത്? ഉത്തരം 10 നാണയത്തിന്റെ ഉപമ. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയത് ആര്? ഉത്തരം ഒരു പ്രഭു ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് അവരെ ഏൽപ്പിച്ചത് എന്ത്? ഉത്തരം 10 നാണയം. പ്രഭുവിന്റെ പൗരന്മാർ നിവേദനവുമായി അവന്റെ പിന്നാലെ അയച്ചത് ആരെ? ഉത്തരം ഒരു പ്രതിനിധി സംഘത്തെ. 10 നാണയം ഭൃത്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രഭു പറഞ്ഞത് എന്ത്? ഉത്തരം ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു തന്റെ ഭൃത്യന്മാരെ വിളിക്കാൻ കൽപ്പിച്ചത് എന്തിന്? ഉത്തരം അവർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിന്. 10 നാണയത്തിന്റെ ഉപമയിൽ ഒന്നാമൻ വന്ന പ്രഭുവിനോട് പറഞ്ഞത് എന്ത്?
ഉത്തരം: യജമാനനെ, നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. ഒന്നാമൻ തനിക്ക് കിട്ടിയ നാണയം കൊണ്ട് എന്ത് സമ്പാദിച്ചു? ഉത്തരം: 10 കൂടി. ഒന്നാമൻ വിശ്വസ്തനായിരുന്നത് എന്തിൽ എന്നാണ് ലൂക്കാ 19:17 പറയുന്നത്? ഉത്തരം: ചെറിയ കാര്യത്തിൽ. 10 കൂടി നേടിയെന്ന് പറഞ്ഞ ഭൃത്യനെ യജമാനൻ വിളിച്ചത് എങ്ങനെ? ഉത്തരം: നല്ലവനായ ഭൃത്യ. ഒന്നാമൻ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് അവന് നൽകപ്പെട്ടത് എന്ത്? ഉത്തരം: 10 നഗരങ്ങളുടെ മേൽ അധികാരം. ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നു എന്ന് യജമാനൻ പറഞ്ഞത് ആരെ? ഉത്തരം: ഒന്നാമനെ. രണ്ടാമൻ എത്ര നാണയമാണ് നേടിയത്? ഉത്തരം: 5 കൂടി. 5 കൂടി നേടിയവനോട് യജമാനൻ പറഞ്ഞത് എന്ത്? ഉത്തരം: 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവൻ നാണയം എന്തു ചെയ്തു? ഉത്തരം: തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു. വേറൊരുവന് യജമാനെ ഭയമായിരുന്നതിന്റെ കാരണമെന്ത്? ഉത്തരം: അവൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും ആയതുകൊണ്ട്. യജമാനനെ കുറ്റപ്പെടുത്തിയ വേറൊരുവനെ യജമാനൻ വിളിച്ചത് എന്ത്? ഉത്തരം: ദുഷ്ടഭൃത്യ. 10 നാണയത്തിന്റെ ഉപമയിൽ ദുഷ്ടഭൃത്യനെ എങ്ങനെ വിധിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം: അവന്റെ വാക്കുകൊണ്ട് തന്നെ. ലൂക്കാ 19:24 യജമാനൻ ചുറ്റും നിന്നവരോട് പറഞ്ഞത് എന്ത്? ഉത്തരം: അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയം ഉള്ളവന് കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: നാണയം കൊടുത്ത യജമാനൻ ചുറ്റും നിന്നവരോട്. യേശു ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞ ഉപമ എന്ത്? ഉത്തരം: 10 നാണയത്തിന്റെ ഉപമ. 10 നാണയത്തിന്റെ ഉപമ പറഞ്ഞതിന് ശേഷം യേശു എവിടേക്കാണ് യാത്ര തുടർന്നത്? ഉത്തരം: ജെറുസലേമിലേക്ക്. ഒലിവുമലയ്ക്ക് അരികെയുള്ള സ്ഥലങ്ങൾ. ഉത്തരം: ബെത്ഫഗെ, ബഥാനിയ. ലൂക്കാ 19:29 പ്രകാരം കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ യേശു നിർദ്ദേശിച്ച് അയച്ചത് ആരെ? ഉത്തരം: 2 ശിഷ്യന്മാരെ. കഴുതക്കുട്ടിയെ കൊണ്ടുവരാൻ എവിടേക്ക് പോകുവിൻ എന്നാണ് യേശു 2 ശിഷ്യന്മാരെ നിർദ്ദേശിച്ചത് അയച്ചത്? ഉത്തരം: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക്. എതിരെ കാണുന്ന ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ എന്തു കാണും എന്നാണ് യേശു 2 ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത്. നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്തിന് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്തു മറുപടി പറയണം എന്നാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്തിന്? ഉത്തരം: കഴുതക്കുട്ടിയെ. അയക്കപ്പെട്ടവർ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ചത് എന്ത്? ഉത്തരം: തങ്ങളുടെ വസ്ത്രങ്ങൾ. ലൂക്കാ 19:36 പ്രകാരം യേശു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് പോകുമ്പോൾ ശിഷ്യന്മാർ എന്തു ചെയ്തു? ഉത്തരം: അവർ വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. യേശു പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചരിവിന് സമീപം എത്തിയപ്പോൾ സന്തോഷിച്ചത് ആര്? ഉത്തരം: ശിഷ്യഗണം മുഴുവൻ. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് ആർത്തു വിളിച്ചത് ആര്? ഉത്തരം: ശിഷ്യഗണം. ഗുരു നിന്റെ ശിഷ്യരെ ശാസിക്കുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഉത്തരം: ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ. ശിഷ്യർ മൗനം ഭജിച്ചാൽ ആര് ആർത്തു വിളിക്കും എന്നാണ് യേശു ചില ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം: ഈ കല്ലുകൾ. യേശു ഏത് പട്ടണത്തിന്റെ അടുത്ത് വന്നപ്പോഴാണ് അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം: ജെറുസലേം.
ശത്രുക്കൾ ജെറുസലേം പട്ടണത്തെ എന്തു ചെയ്യും എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: ചുറ്റും പാളയം അടിച്ച് വളയുകയും എല്ലാ ഭാഗത്തു നിന്ന് ഞെരുക്കുകയും ചെയ്യും. ജെറുസലേം പട്ടണം എന്തറിഞ്ഞില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: നിന്റെ സന്ദർശന ദിനം. ലൂക്ക 19:45 യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് ആദ്യം ചെയ്തത് എന്ത്? ഉത്തരം: അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: യേശു ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നവരോട്. ലൂക്ക 19:47 പ്രകാരം യേശു ദിവസവും ദേവാലയത്തിൽ എന്തു ചെയ്യുകയായിരുന്നു? ഉത്തരം: പഠിപ്പിച്ചിരുന്നു. യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആരെല്ലാം? ഉത്തരം: പുരോഹിത പ്രമുഖന്മാർ, നിയമജ്ഞർ, ജനപ്രമാണികൾ.